സാജൻ അച്ഛനെ ഓർത്തുപോയി ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ. സച്ച് എ ഹംബിൾ, സച്ച് എൻ ഓണസ്റ്റ് മാൻ ഓഫ് ഗോഡ്. ഈ അച്ഛൻ്റെയും കൊച്ചമ്മയുടെ കൂടെയൊക്കെയും പ്രത്യേകിച്ച് ഒരു യാത്രയിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. രണ്ടുപേരും വളരെ സ്നേഹത്തോടെ, വളരെ കരുതൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും ഇങ്ങനെ സ്വന്തം മോനെ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ആ ഒരു ഹോൾ ട്രിപ്പ്. സോ ഐ എൻജോയ്ഡ് ടൈം വിത്ത് ദം. അടുത്ത പാട്ട്, ദിസ് സോങ് ഹാസ് കം ഇൻ എ ലേറ്റസ്റ്റ് ഫിലിം, മൂവിയിൽ വന്ന പാട്ടാണ്. ബട്ട് ഈ പാട്ട് ഒത്തിരി ഞങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളെ രണ്ടുപേരെയും പല രീതിയിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ ആദ്യമേ പറഞ്ഞ എപ്പിസോഡായി കോവിഡിനെ പറ്റി, എസ്പെഷ്യലി ഫോർ സിംഗേഴ്സ്. ഞങ്ങൾക്ക് ഈ ശബ്ദം ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. എസ്പെഷ്യലി ഇപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടേതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കോവിഡിൻ്റെ ഫേസിൽ. സുമി ചേച്ചി ആണെങ്കിൽ അതിലും വേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. നാട്ടിൽ കോവിഡ് ഹിറ്റ് ചെയ്ത ആദ്യത്തെ നാളുകളിൽ നമ്മുടെ അതോറിറ്റീസ് ഒന്നും ദേ വർ നോട്ട് റെഡി ടു ഹാൻഡിൽ വാട്ട് ഈസ് ദിസ്. അപ്പോൾ ആ ഫസ്റ്റ് വേരിയൻ്റ് വന്ന സമയത്ത് വൈഫിനോട് പറഞ്ഞു, എൻ്റെ വൈഫ് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആളുകൾ അറിഞ്ഞു, കാര്യങ്ങൾ അറിഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു. ആൻഡ് ഹിയർ ഷീ ഈസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ ആഫ്റ്റർ ഇയേഴ്സ് സ്റ്റിൽ സിംഗിങ്. ആർക്കൊന്നും തോന്നുന്നില്ലെന്ന് തോന്നുന്നു. മരിച്ചു പോകുമെന്ന് വിചാരിച്ച ഒരാളാണ്, ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച. എന്താണ് പറ്റുന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫേസ് ആയിരുന്നു കോവിഡിൻ്റെ ഫേസ്. പക്ഷേ ഹിയർ ഷീ ഈസ് സ്റ്റിൽ working for the glory of God. She is being used for the glory of God. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എൻ്റെയും ശ്രുതിയുടെയും കേസിൽ ഞങ്ങൾക്ക് 2 തവണ കോവിഡ് ഹിറ്റ് ചെയ്തു. ദ ഫസ്റ്റ് വൺ റൈറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഷോട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ റൈറ്റ് ആഫ്റ്റർ ദ സെക്കൻഡ് ഷോട്ട്. അപ്പം വാക്സിനേഷന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് ഹിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ കോവിഡ് പോസിറ്റീവായി പിന്നെ നെഗറ്റീവ് ആയതിനു ശേഷം പോസ്റ്റ് കോവിഡ് സിംറ്റംസ് അടിച്ചിട്ട് ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഐ ലോസ്റ്റ് കൺട്രോൾ ഓവർ മൈ വോയിസ്. നമ്മൾ പാട്ടുകാർ പാടുമ്പം നമ്മുടെ ബ്രെയിനിൽ ഒരു മെലഡി ഉണ്ട്, അത് ബ്രെയിൻ കോർഡിനേഷൻ ചെയ്ത് വോക്കൽ കോഡ് കറക്റ്റ് ഫ്രീക്വൻസിക്ക് വൈബ്രേറ്റ് ചെയ്താണ് ആ പിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ കോർഡിനേഷൻ തന്നെ വിട്ടുപോയി. ഞാൻ ചിന്തിക്കുന്ന ഒന്ന് എൻ്റെ വായിൽ കൂടെ വരുന്നത് വേറൊന്ന്. ആ രീതിയിലായിപ്പോയപ്പം എവിടെയെങ്കിലും ചെന്ന് പാടുമ്പോൾ ആളുകൾ പറയും, ഇമ്മാനുവൽ പഴയ പോലെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലല്ലേ, സംഭവം കുളമാകുക. കാരണം ഇറ്റ് ഇസ് നോട്ട് മൈ ഫോൾട്ട്. പക്ഷേ പുറത്തുള്ളവർ വിശ്വസിക്കത്തില്ല, കാരണം എൻ്റെ ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ നിൽക്കുമ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് കലാകാരന്മാർ തീരെ മനക്കെട്ടിയില്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് പിന്നെ അങ്ങ് ഡിപ്രഷനിലേക്ക് പോകും. ആ ഒരു അവസ്ഥയിലേക്ക് ചെന്നു. ഞങ്ങൾ രണ്ടുപേരും റിസൾട്ടൻ്റ്ലി നമ്മൾ ഒരു വലിയ ഭയത്തിൻ്റെ മുമ്പേ ചെന്ന് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെ? അങ്ങനെ നിന്നപ്പം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നൊരു പാട്ടുണ്ട് ആ സമയത്ത്. ആ പാട്ട് ഇന്നിവിടെ പാടുന്നില്ല, പക്ഷേ നമ്മൾ ഭയം ഇങ്ങനെ നിന്നിട്ട് എന്താണ് ഈ അടുത്ത സംഭവം. കാരണം പാടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പാട്ടുകാരെ കൊണ്ട് എന്താണ് ഗുണം? ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. സച്ച് വേസ്റ്റ്. എൻ്റെ മുമ്പിലാണെങ്കിൽ എൻ്റെ ഭാര്യയും കുഞ്ഞും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. പാടാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ നടക്കുക? ഒന്നും പറ്റാതെ ഇരിക്കുക. ആ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് ഒരു പാട്ട്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രുതി ആ പാട്ടിൻ്റെ ഒറിജിനൽ പാടുന്ന ആ പാട്ട് കയറി വരികയും ദ ഫസ്റ്റ് ലൈൻ വാസ് ദിസ്: ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ്റെ ഭാവിയെല്ലാം താതൻ കരങ്ങളില്ല, നിരാശ എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. This is how God works sometimes. At the right time, He sends the right song to tell you that don't worry, I'm in control. It's fine. You have to go through this. You just trust me. Don't worry, I am in control. സോ അതുകൊണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പ്രൈസ് ബി ടു ഗോഡ് അലോൺ. ദൈവം നല്ലവനാണ്, ദൈവം നല്ലവൻ. ഈ പാട്ട്
പാട്ടിൻ്റെ കോറസ് നേരെ പാടാം, അത് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവ് നീ തൂകിയിടുന്നു, എൻ്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു നീ. Can you sing along? ഉയിരിൻ നാഥനേ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ, നീ എന്ന നാമം പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവ് നീ തൂകിയിടുന്നു, എൻ്റെ കണ്ണീർ കണം തൂവാല പോൽ മാറ്റുന്നു നീ. ഉലകിൻ നാദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഞാനെന്നൊരീ ജന്മം നീ തന്ന സമ്മാനം, ആനന്ദമാ പുറവേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോ
നാഥനേ ഉലകിൻ നാദിയേ